ഞാനിപ്പോൾ ഇ ലേണിംഗ് ആപ്പിലെ ഒരു ലെക്ചർ വീഡിയോ കൊണ്ട് സ്വയം ഒരു നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഇ ലേണിംഗ് ആപ്പിലാണ്. ഏത് സാറുമാരും പല സാറുമാരെ എടുത്ത വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം ഏത് സാറ് ക്ലാസ്സാണ് വേണ്ടത്. ഒരുപാടുള്ള ക്ലാസ് കേൾക്കണോ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ, അല്ലെങ്കിൽ കുറച്ച് പഠിക്കണോ, ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പ്. കോവിഡ് കാലഘട്ടത്തിലാണ് ഓൺലൈൻ ബാച്ചുകൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ സജീവമാകുന്നത്. 6 വർഷമായി ഇ ലേണിംഗ് ആപ്പ് എന്ന സംവിധാനം ബ്രില്യൻറ്റിലുണ്ടെങ്കിലും ഓൺലൈൻ കാലഘട്ടത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തോടനുബന്ധിച്ചാണ് ഇ ലേണിംഗ് ആപ്പിനെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ കൂടുതൽ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് ചീഫ് സെക്രട്ടറി VP ജോയ് സാർ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. 2019 കോവിഡ് കാലഘട്ടം പിന്നിട്ട് ഇപ്പോൾ ഇ ലേണിംഗ് ആപ്പ് എത്തി നിൽക്കുന്നത് പഠിക്കാനൊരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, +1 +2 ഉൾപ്പെടെ ഫിസിക്സിൽ 29 ചാപ്റ്ററുകളാണുള്ളത്, കെമിസ്ട്രിയിൽ 30 ചാപ്റ്ററുകൾ, ബയോളജിയിൽ 38 ചാപ്റ്റർ. ഈ ഓരോ ചാപ്റ്റേഴ്സിനെയും ബ്രില്യൻറ്റിലെ ഇ ലേണിംഗ് ആപ്പിലൂടെ കവർ ചെയ്യുന്നത് ബ്രില്യൻറ്റിലെ 100-ലധികം അതിപ്രഗത്ഭരായ പ്രൊഫസർമാരാണ്. മാത്രവുമല്ല, ഓരോ ടോപ്പിക്സിൻ്റെയും ക്ലാസ്സുകൾ ബ്രില്യൻറ്റിലെ വിവിധ പ്രൊഫസർമാർ എടുത്തിരിക്കുന്നതും ഇ ലേണിംഗ് ആപ്പിൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തുന്നത് ഇ ലേണിംഗ് ആപ്പിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് ഉപയോഗപ്രദമാകുന്ന 2 ഫെസിലിറ്റീസിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഇ ലേണിംഗ് ആപ്പിലെ ഒരു ലെക്ചർ വീഡിയോ കൊണ്ട് സ്വയം ഒരു നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലെക്ചർ നോട്ട് നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഡെപ്തിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയുകയാണ്. അത് പോരാണ്ട് തന്നെ നമുക്ക് ഈ ലെക്ചർ വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു ടൈമിലും നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വീഡിയോസ് ഓപ്പൺ ആക്കി വൈഫൈ ആക്സസ് ഇല്ലാതെ ഒരു ഇൻ്റർനെറ്റ് പ്രോബ്ലം ഇല്ലാതെ ആ വീഡിയോസ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ ടൈമിനും ഡിലേ വരുത്താതെ തന്നെ എല്ലാ വീഡിയോസും ആവശ്യമുള്ള നേരത്ത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ എനിക്കെന്നല്ല, ഇ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ നന്നായി പഠിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരെയാണ്, നീറ്റിൻ്റെ ഡേറ്റൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഇ ലേണിംഗ് ആപ്പിലാണ്. ഇ ലേണിംഗ് ആപ്പിൽ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് എടുത്ത ചില പോർഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏത് സാറുമാരും പല സാറുമാരെ എടുത്ത വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം ഏത് സാറ് ക്ലാസ്സാണ് വേണ്ടത്. ഒരുപാടുള്ള ക്ലാസ് കേൾക്കണോ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ, അല്ലെങ്കിൽ കുറച്ച് പഠിക്കണോ, ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ലെക്ചർ നോട്ട്, ഇതേ സാറുമാരെ എടുക്കുന്ന നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ നോട്ട് എല്ലാം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഫോളോ ചെയ്ത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ലെക്ചർ നോട്ടും അതേപോലെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കും ഈ പഠിക്കാനായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് NEET 2023, 2022 അങ്ങനെ പല ഇയറിൽ പഠിപ്പിച്ച ഒരുപാട് ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അതേപോലെ എയിംസ്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാൻ കുറച്ച് വൈഡായിട്ട് ഒരുപാട് കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എയിംസിൻ്റെ ക്ലാസ്സുകൾ, അതേപോലെ നമ്മളെ പോലെ തന്നെ ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന സെയിം ക്ലാസ്സുകൾ വരെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ക്ലാസ്സുകൾ ആവശ്യാനുസരണം എടുത്ത് കാണാനുള്ള എല്ലാ സൗകര്യവും ആപ്പിൽ അവൈലബിൾ ആണ്. ബ്രില്യൻറ്റിലെ ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ബിയോണ്ട് ദി വേർഡ്സ് ആണ്. കാരണം നമുക്ക് ഇപ്പം ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പോയിൻറ്റ്സ് നമുക്ക് വിട്ടുപോയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ ലെക്ചർ വീഡിയോസ് തന്നെ ഒത്തിരി സാധനമായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആൻഡ് ലെക്ചർ നോട്ട് തന്നെ ഈ ക്ലാസ് ഇടുന്ന സാർമാർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഇ ലേണിംഗ് ആപ്പിലെ വീഡിയോ ക്ലാസ്സസ് വളരെ യൂസ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഡൈവേർട്ടായി പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ വന്നിട്ട് അതേ വീഡിയോസ് തന്നെ, അതേ സാറുമാരുടെ വീഡിയോസ് തന്നെ ആയിരിക്കും നമ്മുടെ ആപ്പിലുണ്ടാവുക. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡൗട്ടുള്ള സെക്ഷൻസ് നമുക്ക് വീണ്ടും എടുത്ത് കാണാം. ഇ ലേണിംഗ് ആപ്പിലെ ലെക്ചർ നോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല നോട്ട്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല നോട്ട്സാണ്. പിന്നെ പ്രൊഫസേഴ്സൊക്കെ നമുക്ക് കുട്ടികൾക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലാംഗ്വേജിൽ നല്ല അടിപൊളിയായിട്ട് നോട്ട് തന്നിട്ടുണ്ട്. ഇ ലേണിംഗ് ആപ്പിലെ എല്ലാ ഫെസിലിറ്റീസും വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇ ലേണിംഗ് ആപ്പിലെ ഓരോ ഫീച്ചേഴ്സും എങ്ങനെയാണ്
ബ്രില്യൻറ്റിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സഹായകമാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.